വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ച ചൂരൽമലയുടെ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മുണ്ടക്കൈ എന്ന ഭാഗത്തു നിന്ന് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഉരുണ്ടു വന്ന അല്ലെങ്കിൽ അതിന്റെ ആ വെള്ളത്തിനൊപ്പം വന്ന ചെടിലിനൊപ്പം വന്ന ഭീമാകാരമായ കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ എത്രത്തോളമായിരുന്നു ഇതിന്റെ വ്യാപ്തി, ഈ ഒരു ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ ഈ ഒരു കല്ലുകളുടെ വലിപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ കാണാൻ പറ്റും ഒരു വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി താഴെ പൂർണ്ണമായി ചെളി നിറഞ്ഞിരിക്കുന്ന ആ വീട് കാണാൻ പറ്റും. ഇതുപോലെ അപ്പുറത്തും വീടുകളുണ്ട്. ഈ ഒരു ഉരുൾപൊട്ടൽ വന്ന വഴികളൊക്കെ തന്നെയും വീടുകളെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാരുടെ കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും കഴിഞ്ഞ. കാരണം അവിടെ കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തകർ അവിടെ നിന്ന് എടുക്കുന്നത് ഭൂരിഭാഗവും ഒരുപക്ഷെ പിന്നെ ജീവൻ ഇല്ലാത്ത ശരീരങ്ങളാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത്രയും വലിയ ഭീമാകാരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാരണം ഈ വലിയ കൂറ്റൻ കല്ലുകൾ വന്ന് വീടുകളിലേക്കും മറ്റുമൊക്കെ വീഴുന്ന ആളുകളുടെ പുറത്തും മറ്റുമൊക്കെ വീണ് വലിയ തോതിലുള്ള ഒരു ജീവനാശം. നമുക്കറിയാം മുണ്ടക്കൈന്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അവിടെ നിന്നും ഇനി 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ മാത്രമേ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആശങ്ക അല്ലെങ്കിൽ ആപത്ത് വന്നിരിക്കാമെന്ന് ആശങ്കിക്കുന്ന സ്ഥലം എത്തിയിട്ടില്ല. നമ്മൾ ഇവിടെ ഇതിന്റെ ഈ ചൂരൽമലയുടെ ചൂരൽമല പുഴ ഒഴുകുന്നതിന്റെ ദൃശ്യം കാണാം. ഈ പുഴ ചൂരൽമലയിലെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതായത് ആ രീതിയിലേക്ക് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ വീടുകളിലൊക്കെ വെള്ളവും പിന്നെ ചെളിയുമെല്ലാം ഇരച്ച് കയറി വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടുത്തെ ജീവനുകളെ കുറിച്ച് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്ത്, അതായത് ചൂരൽമല ഭാഗത്തുള്ള രക്ഷാപ്രവർത്തകർ പ്രധാനമായും ചെയ്യുന്നത് ഇതിനകത്ത് വീടുകളിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ പരമാവധി പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ 100 കണക്കിന് ആംബുലൻസുകൾ തന്നെ ഇവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരും ആയിരക്കണക്കിന് പേരുണ്ട്. പക്ഷേ അവർക്ക് പലതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം പൂർണ്ണമായും മണ്ണിനടിയിലോ അല്ലെങ്കിൽ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒഴുകി വന്ന മരങ്ങളുടെ അടിയിലോ ആണ്. അതുകൊണ്ട് തന്നെ ആ മരങ്ങൾ മുറിച്ചു മാറ്റി അതിന്റെ ഓരോ തടസ്സങ്ങൾ നീക്കി അതിനകത്ത് വീട് കണ്ടുപിടിച്ച് ആ വീട് നിന്നുള്ള അകത്തുള്ള ജീവനുകളെ തിരയുവാനുള്ള വലിയൊരു പക്ഷേ കേരളം ഈ അടുത്തൊന്നും ഇത്രയും വലിയൊരു ദുരന്തം നമുക്ക് കണ്ടു എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ നമുക്കറിയാം മുണ്ടക്കയത്തിൽ നിന്നും അവിടെ എത്ര പേര് ജീവനോടെയുണ്ട്, അവരെത്ര പേര് രക്ഷപ്പെടുത്താൻ കഴിയും, അവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് ശരിക്കും ഇപ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തനം നിൽക്കുന്നത്. സൈനികരുടെ ഇവാക്യുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഒരു വശമുണ്ട്. അതേസമയം പിന്നെ രക്ഷാപ്രവർത്തകർ അവരുടെ കൈമൈ മറന്നുകൊണ്ട്, അത് ഫയർഫോഴ്സ് ആണെങ്കിലും NDRFന്റെ സംഘമാണെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും സാധാരണ ജനങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. ഞാനിവിടെ തന്നെ ആയിരുന്നു താമസം. ഇതവിടെ ആ തറ കണ്ടില്ലേ, അല്ലാത്തോണ്ട് എന്റെ കുട്ടികളി കുടുംബത്തിനെ കൂട്ടി ഉമ്മാനെ കാണാൻ പോയതുകൊണ്ട് രക്ഷപ്പെട്ട എല്ലാം പോയി. ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. പോയിക്കോട്ടെ, അതൊക്കെ പോയിക്കോട്ടെ, ഒന്നും വിഷയമല്ല. അതൊക്കെ നമുക്ക് ദൈവം തന്നല്ലേ. അയൽക്കാര് ഞങ്ങള് ബാക്കിയുള്ളവരൊന്നില്ലായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു, അവര് പോയി, കിട്ടിയില്ല അവരെ. പിന്നെ പറഞ്ഞാല് ഏട്ടാ ഇവിടെ മുഴുവൻ വീട് തന്നെ ഇരുന്നു. ഇവിടൊക്കെ നിങ്ങൾ കാണുന്ന മാത്രമല്ല, വീടായിരുന്നു. 10, 300, 250 വീടിന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. മരണസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിനിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ എത്രയും ആൾക്കാരുണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ സാറേ. ദൈവത്തിന്റെ വിധി അത് നമുക്ക് തടുക്കാൻ പറ്റൂലല്ലോ. പക്ഷെ എന്റെ ഉമ്മാന്റെയും എന്റെ കുട്ടികളെയും ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. ഞങ്ങൾ അത്രയും വിശ്വാസമാണ്. പുഴ അങ്ങനെ ഒഴുകണ പുഴ. ഇതൊന്നും ഇതിൽ കൂടെ ഒന്നും ഒരു ചാല് പോലും ഇല്ലാത്തതാ, ഒരു വെള്ളച്ചാല് പോലും ഇല്ലാത്തതാ. ഇപ്പൊ നമുക്ക് ഒരു പുഴ പോലെ ആയിപ്പോയി. എന്താ സാറേ ചെയ്യാം, പ്രകൃതി മാറി. ഇത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. വളരെ സുന്ദരമായ ഒരു സ്ഥലം, തിങ്ങി പാർക്കുന്ന വീടാണ്. എങ്ങനെ വെച്ചാൽ ഒരു വെയിലിന്റെ അടുത്ത് അപ്പൊ ഈ വീടിന്റെ അടുത്താണ് ഇതൊരു വീട് ഇങ്ങനെ എടുത്തെടുത്തായിട്ടുള്ള വീടുകളായിരുന്നു സാറേ. എന്താ ചെയ്യാ, ഞങ്ങൾ വീതി അല്ലാണ്ട് എന്ത് പറയാനാ. ഞങ്ങൾക്ക് ഇവിടുത്തെ പോവുക, ഇത് ഇങ്ങനെ പേടിച്ചിട്ട് ഇവിടുത്തെ പോകും. അതുകൊണ്ടാണ് ഇവിടെ എല്ലാരും നിന്നത്. പിന്നെ ഇങ്ങനെ ആവുന്ന ഒരിക്കലും സാധാരണ ചെറിയ പൊട്ടലുണ്ടാവും,
നമ്മൾ ആ പുഴയിൽ കൂടെ അത് കലങ്ങി മറിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. ഞങ്ങൾക്ക് ആർക്കും വലിയൊരു വിഷയമല്ല. ഇപ്പൊ പുത്തുമല പൊട്ടിയിട്ടും ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് അത് വലിയൊരു ബാധിച്ചിട്ടില്ല. ആ ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും ഇവിടുന്ന് മാറാണ്ട് ഇവിടെ നിന്നു. ശരി സാറേ. ഇത് കാണാൻ ഉദ്ദേശിച്ചത് ഇത് പുഴയല്ല, ഇത് മലവെള്ളപ്പാച്ചിലിന്റെ ഭാഗമായി ഇവിടുത്തെ രൂപാന്തരം മാറി വന്നതാണ്. ഇത് നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന അയാൾ സൂചിപ്പിച്ചതുപോലെ ഭൂപ്രകൃതി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു മലവെള്ളപ്പാച്ചിലാണ് വന്നിരിക്കുന്നത്. ഉരുൾപൊട്ടലാണ് വന്നിരിക്കുന്നത്. ഉരുൾപൊട്ടൽ അപഹരിച്ച ജീവനുകളുടെ എണ്ണം കണക്കാക്കാൻ കഴിയാത്തതാണ്. അതുണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ, ഇത്ര വീടുകൾ, ഇത്ര വാഹനങ്ങൾ എന്ന് തുടങ്ങി അതിന്റെ നാശനഷ്ടങ്ങളുടെ കണക്ക് പോലും ശരിക്കും വെക്കാൻ കഴിയാത്ത രീതിയിലാണ് തടസ്സം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വീട് പൊളിക്കണോ? ഈ വീട് പൊളിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങി നോക്കണം. ഈ വീട്ടിന്റെ ഉള്ളിൽ ആളുണ്ടോ അറിയാം. അതിന് ആമറ് ചുറ്റിക പോലത്തെ ഒന്നും നമ്മളെ കയ്യിലില്ല. അതിപ്പോ അർജന്റായി എത്തിച്ചേരണ്ട. പിന്നെ NDRF ആരാ വെച്ചാല് ഇന്ന് അർജന്റായി അത് എത്തിച്ചേർന്ന വലിയ ഗുണമായി. ഇത് പൊളിച്ച് ആ വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലേന്ന് അറിയണം. അവിടുന്ന് നമുക്ക് 3 ബോഡിയോളം അവിടുന്ന് കിട്ടി. അതിലൊരു കുട്ടിക്ക് ജീവനുണ്ട്. തീർച്ചയായും ഈ സന്നദ്ധ പ്രവർത്തകർ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. അതിനുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി, കാരണം അത്രയും വ്യാപകമായ ഒരു നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തുക ഒരു ചെറിയ പകരം വലിയ തോതിൽ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും അവരുടെയും പരിശീലനം ശ്രദ്ധിച്ച് തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം സാഹചര്യം ഒരു ആവശ്യം വേണ്ട, അല്ലെങ്കിൽ അവരുടെ സഹായം വേണ്ട ഒരു പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതിലും മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് എത്രത്തോളം നമുക്ക് എത്താൻ കഴിയും, അവിടെ നിന്ന് എത്രത്തോളം ജീവനുകളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് പോലും കൃത്യമായ ഒരു ഇതില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് വ്യാപ്തിയുള്ളതാണ് ഈ ഒരു ചൂരൽമലയിലെ ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വലിയ തോതിലുള്ള ഒരു പരിശ്രമം വേണ്ട. എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്ന സമയമാണ് ഇത് വന്നിരിക്കുന്നത്.